സർ, സംസ്ഥാനത്തിൻ്റെ കേന്ദ്ര വിഭവ കൈമാറ്റത്തിൽ നിന്നും വർഷം 50,000 കോടി രൂപയിലധികം വെട്ടിക്കുറവ് വരുത്തിയിട്ടും നമ്മുടെ ചെലവ് വർദ്ധിപ്പിക്കാനായത് തനത് വരുമാനത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞ വർധനവിലൂടെയാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. സർ, മൂലധന ചെലവ് ഈ സർക്കാരിൻ്റെ 3 വർഷക്കാലത്തെ ബജറ്റ് വഴിയുള്ള മൂലധന ചെലവ് 41,772 കോടിയാണ്. മുൻ സർക്കാരിൻ്റെ 5 വർഷക്കാലത്തെ മൂലധന ചെലവ് 47,650 കോടിയായിരുന്നു. എന്നാൽ 2011-14 സർക്കാരിൻ്റെ മൂലധന ചെലവ് 24,505 കോടി രൂപയായിരുന്നു. യഥാർത്ഥ മൂലധന ചെലവ് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സർ, ബജറ്റിൽ പറയുന്ന മൂലധന ചെലവിന് പുറമെ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന മൂലധന ചെലവ് കൂടി കണക്കാക്കിയാൽ ലഭിക്കുന്ന യഥാർത്ഥ മൂലധന ചെലവ് 2022-23, 23-24 വർഷങ്ങളിൽ യഥാക്രമം 21,635 കോടിയും 20,699 കോടിയും ആയിരുന്നു. നടപ്പ് വർഷം യഥാർത്ഥ മൂലധന ചെലവ് വീണ്ടും ഉയരും. സർ, ധനകമ്മിയും റവന്യൂ കമ്മിയും കടവാരവും നാം കുറച്ചത് വികസനക്ഷേമ ചെലവുകൾ വെട്ടിക്കുറച്ചുകൊണ്ടല്ല, സർക്കാരിൻ്റെ ചെലവുകളിൽ വലിയ വർധനമാണ് ഉണ്ടായത്. ധനസ്ഥിതിയിൽ ഭാവിയിൽ മെച്ചപ്പെടും എന്ന് പറയുന്നൊരു കാരണം മുൻകാല ബാധ്യതകൾ വലിയ തോതിൽ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സർ, കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും പബ്ലിക് അക്കൗണ്ടിലെയും മുൻകാല ബാധ്യതകൾ കേരളത്തിൻ്റെ വായ്പാപരിധിയിൽ നിന്നും വെട്ടിക്കുറച്ചു. അത് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ഈ മാറ്റം വികസനോന്മുഖ പദ്ധതികൾ ഏറ്റെടുക്കാൻ ഈ ബുദ്ധിമുട്ടുണ്ടാക്കി. ഇനിയുള്ള കാലത്ത് ആ കാര്യത്തിന് മാറ്റം വരുമെന്നാണ്. സർ, കിഫ്ബി പരീക്ഷണത്തെ റദ്ദ് ചെയ്യുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. ബജറ്റിന് പുറത്ത് വായ്പ എടുത്ത് ഏറ്റെടുക്കാമെന്ന് കരുതിയ മുഴുവൻ കിഫ്ബി വികസന പ്രൊജക്റ്റുകളുടെയും ഭാരം ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ബജറ്റിൽ നിന്നാണ് നൽകുന്നത്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി തീരുമാനം കേരളത്തിന് അനുകൂലമാവുകയോ കേന്ദ്രം നിലപാട് മാറ്റുകയോ ചെയ്താൽ ഏറെ സഹായകരമാവും. സർ, ഉറച്ച ചുവടുവയ്പ്പുകളുമായി സർക്കാർ മുന്നോട്ട്. സർ, സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിലും ചെലവുകൾക്ക് യാതൊരു കുറവും വരുത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 4 വർഷം എല്ലാ മേഖലകളിലേക്കും പണമെത്തിക്കാനും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അനുസ്യൂതം മുന്നോട്ട് കൊണ്ടുപോകാനും സർക്കാരിന് കഴിഞ്ഞുവെന്ന് ഒരിക്കൽ കൂടി അഭിമാനപൂർവ്വം പറയട്ടെ. സർ, കോവിഡ് പ്രതിരോധവും പ്രളയ പുനരധിവാസവും വൻകിട പദ്ധതികളുടെ നടത്തിപ്പ് ഉൾപ്പെടെ നിർവഹിച്ച ഏറ്റവും അധികം ചെലവുകൾ ഏറ്റെടുത്ത ഒന്നാം പിണറായി സർക്കാരിൻ്റെ ശരാശരി വാർഷിക ചെലവ് 1.17 ലക്ഷം കോടി രൂപയായിരുന്നു. സർ, എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ശരാശരി വാർഷിക ചെലവ് 1.64 ലക്ഷം കോടി രൂപയാണ്. ചെലവുകൾ വെട്ടിക്കുറയ്ക്കുകയല്ല, 40% വർദ്ധിപ്പിക്കുകയാണ് ഈ സർക്കാരിൻ്റെ കാലയളവിൽ ചെയ്തത് എന്ന് അഭിമാനകരമാണ്. സർ, ഏകദേശം 50,000 കോടി രൂപയുടെ വർധനമാണ് സർക്കാരിൻ്റെ ശരാശരി വാർഷിക ചെലവിൽ നമുക്ക് സൃഷ്ടിക്കാനായത്. അതിൻ്റെ ഉണർവ് നാടിൻ്റെ വിവിധ മേഖലകളിൽ ചെന്നെത്തിയിട്ടുണ്ട്. സർ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ സർക്കാർ 42 മാസം കൊണ്ട് വിതരണം ചെയ്തത് 33,210 കോടി രൂപയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കുടിശ്ശിക ഉൾപ്പെടെ ഒന്നാം പിണറായി സർക്കാർ 60 മാസം കൊണ്ട് വിതരണം ചെയ്തത് 35,089 കോടി രൂപയായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ ചുരുങ്ങിയത് 50,000 കോടി രൂപയെങ്കിലും ക്ഷേമ പെൻഷനായി നൽകും. ക്ഷേമ പെൻഷൻ ചിലരെങ്കിലും തെറ്റായി കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള ഒരു പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് അനുവദിക്കാൻ കഴിയില്ല. തദ്ദേശ തലത്തിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തി അനർഹരായവരെ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കും. സർ, 2011-16 സർക്കാരിൻ്റെ 5 വർഷക്കാലം സാമൂഹ്യ സുരക്ഷാ പെൻഷനായി വിതരണം ചെയ്തത് 10,700 കോടി രൂപയുടെ 5 ഇരട്ടിയോളം വരും ഇപ്പോൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. സർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ സർക്കാർ ഇതുവരെ നൽകിയത് 38,339 കോടി രൂപയാണ്. സർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ബജറ്റ് വിഹിതം മുൻവർഷം 15,205 കോടി രൂപയായിരുന്നത് 15,980.49 കോടി രൂപയായി ഉയർത്തുന്നു. സർ, ഇതിൽ ജനറൽ പർപ്പസ് ഫണ്ടായി 2,577 കോടി രൂപ, മെയിൻ്റനൻസ് ഗ്രാൻഡ് 4,188 കോടി രൂപയും വകയിരുത്തുന്നു. പദ്ധതി വിഹിതം 27.5% നിന്നും 28% ഉയർത്തുന്നു. സർ, സംസ്ഥാനത്തെ 4,27,736 ഭവനരഹിതർക്ക് ലൈഫ് പദ്ധതി വഴി വീട് വെച്ച് നൽകി. 1,11,306 വീടുകൾ പൂർത്തീകരണ ഘട്ടത്തിലാണ്. അതായത് 5,39,042 കുടുംബങ്ങളാണ് സർ അടച്ചുറപ്പുള്ള ഭവനങ്ങളുടെ ഉടമയാകുന്നത്. സർ, പട്ടികജാതിയിൽപ്പെട്ട 1,11,996 പേർക്കും പട്ടികവർഗത്തിൽപ്പെട്ട 43,332 പേർക്കും ലൈഫ് പദ്ധതിയിലൂടെ വീട് നൽകി. സർ, ലൈഫ് പദ്ധതിക്കായി 2016-17 മുതൽ നൽകിയത് 18,000 കോടിയിലധികം രൂപയാണ്. സർ, 2025-26 ലൈഫ് പദ്ധതിയിലൂടെ കുറഞ്ഞത് 1,00,000 വീടുകൾ പൂർത്തിയാക്കും. സർ, 25-26 സാമ്പത്തിക വർഷം ലൈഫ് പദ്ധതിക്കായി 1,160 കോടി രൂപ വകയിരുത്തുന്നു. സർ, രാജ്യത്ത് കഴിഞ്ഞ 3 വർഷമായി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. 3.5 വർഷം കൊണ്ട് 25.17 ലക്ഷം ആകെ 6,788 കോടിയുടെ സൗജന്യ ചികിത്സയാണ് സർ ഈ സർക്കാർ നടപ്പിലാക്കിയത്. സർ, ആരോഗ്യ മേഖലയിലാകെ പദ്ധതികൾക്കായി ഈ സർക്കാർ ഇതിനകം ചെലവഴിച്ചത് 38,126 കോടി രൂപയാണ്. സർ, 25-26 വർഷം ആരോഗ്യ മേഖലയ്ക്ക് 10,431.73 കോടി രൂപ വകയിരുത്തുകയാണ് സർ. സർ, സംസ്ഥാനത്തെ 42 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ഈ സർക്കാർ ഇതിനകം നൽകിയത് 3,967.3 കോടി രൂപയാണ്.
പ്രതിവർഷം 1300 കോടിയിലധികമാണ് സർ. സർ, ബജറ്റിൽ നീക്കിവെക്കുന്ന തുകയേക്കാൾ അധികരിച്ച തുകയാണ് ഓരോ വർഷവും കാരുണ്യ പദ്ധതിക്ക് നൽകുന്നത്. സർ, 25-26 കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി ആദ്യഘട്ടമായി 700 കോടി രൂപ അനുവദിക്കുന്നു. സർ, സംസ്ഥാനത്ത് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 12.74 ലക്ഷം വൈദ്യുതി കണക്ഷനുകളാണ് നൽകിയത്. കഴിഞ്ഞ 8.5 വർഷമായി കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിട്ടില്ല സർ. പുതുതായി 1359.55 മെഗാവാട്ട് വൈദ്യുതി ഈ സർക്കാരിൻ്റെ കാലത്ത് നാം ഉൽപ്പാദിപ്പിച്ചു. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് ഗ്രാമനഗര മേഖലകളായി 20,28,424 കുടിവെള്ള കണക്ഷനുകളാണ് പുതുതായിട്ട് അനുവദിച്ച് നൽകിയത്. സർ, 3 വർഷം കൊണ്ട് 1,80,887 കുടുംബങ്ങൾക്ക് സംസ്ഥാനത്ത് പട്ടയം വിതരണം ചെയ്തു. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ 5.58 ലക്ഷം ഹെക്ടർ ഭൂമി ഡിജിറ്റൽ സർവേയിലൂടെ അളന്ന് തിട്ടപ്പെടുത്തി സർ. രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ഈ സംവിധാനം മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനുമായി കേരളത്തിലേക്ക് എത്തി. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള 29,522 കിലോമീറ്റർ റോഡിൽ 17,483.8 കിലോമീറ്ററും BMBC നിലവാരത്തിലേക്ക് ഉയർത്തി. സർ, 100-ലധികം പാലങ്ങൾ നിർമ്മിച്ചു. 180ഓളം പാലങ്ങൾ ഉടൻ പൂർത്തീകരിക്കാൻ പോകുന്നു. സർ, 2025-26 വർഷത്തിൽ സംസ്ഥാനത്തെ പൊതുമരാമത്ത് റോഡുകൾക്കും പാലങ്ങൾക്കുമായി 3,061 കോടി രൂപ വകയിരുത്തുന്നു. കിഫ്ബിയും റീബിൽഡ് കേരളയും വഴി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുറമെയാണിത് സർ. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് 5,04,830 പേർക്ക് പുതിയ റേഷൻ കാർഡുകൾ അനുവദിച്ചു. KSRTCക്ക് 3.5 വർഷം കൊണ്ട് ഈ സർക്കാർ നൽകിയത് 6,965 കോടി രൂപയാണ്. കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് 2.75 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചു സർ. കേന്ദ്ര സർക്കാരിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ രാജ്യത്ത് 1ാമതായി നമുക്കെത്താൻ കഴിഞ്ഞു. 15ാം സ്ഥാനത്ത് വന്നു. സർ, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ന്യൂനപക്ഷ വിഭാഗ വിദ്യാർത്ഥികളുടെ വിവിധ സ്കോളർഷിപ്പുകൾ നൽകാൻ ഈ സർക്കാർ ചെലവഴിച്ചത് 3,821 കോടി രൂപയാണ് സർ. സർ, ഭാവി കേരളത്തിന് വഴിതെളിക്കാം. സർ, 1-2 പിണറായി സർക്കാരുകൾ ഏറ്റെടുക്കുകയും നടപ്പാക്കുകയും ചെയ്ത പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. നവകേരളം സൃഷ്ടിക്കുക എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള നിരവധി നടപടികൾ ഈ സർക്കാർ കൈക്കൊണ്ടു. വികസന രംഗത്തും ക്ഷേമരംഗത്തും വൈജ്ഞാനിക മേഖലയിലും ഏറെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു.